ഈ ആഴമുള്ള ആപത്ത് നിറഞ്ഞ കുഴിയിലിറങ്ങി ജോലി ചെയ്താൽ 1 ലക്ഷം രൂപ തരാമെന്ന് കോൺട്രാക്ടർ പറയുകയാണ്. എന്നാൽ ലേബേഴ്സ് ഒന്നും അതിന് തയ്യാറാകുന്നില്ല. കാരണം കുറച്ചു സമയത്തിന് മുന്നെയാണ് ഈ കുഴിയിലിറങ്ങി ജോലി ചെയ്ത ഒരാളെ ആംബുലൻസിൽ കിടത്തിക്കൊണ്ട് പോയത്. ഈ കുഴിയിലിറങ്ങി ജോലി ചെയ്താൽ ആ പൈസ വാങ്ങിക്കാൻ താൻ തിരിച്ചു വരുമോ എന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ലേബേഴ്സ് എല്ലാവരും അതിനെ വിസമ്മതിച്ചത്. എന്നാൽ ഒരാൾ മാത്രം ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന് ഞാൻ അതിൽ ഇറങ്ങാമെന്ന് പറയുകയാണ്. കാരണം ഇവന്റെ മകന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാനായി അത്യാവശ്യമായി കുറച്ച് കാശ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവൻ ഇതിന് തയ്യാറാകുന്നത്. സത്യത്തിൽ ഇവൻ ഈ കുട്ടീനെ റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. വർക്കിനിടയിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി റോഡിനരികിൽ കിടന്നപ്പോൾ ആരോ അയാളുടെ അടുത്ത് ഈ കുഞ്ഞിനെ വെച്ചിട്ട് പോയി. എങ്കിൽ കൂടി ഈ കുഞ്ഞിനെ അയാൾ സ്വന്തം കുഞ്ഞായി ഇപ്പോൾ വളർത്തിക്കൊണ്ട് വരികയാണ്. സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ കൂടി ഇവൻ ഒരു നല്ല സ്കൂളിൽ പഠിക്കണം എന്ന് വിചാരിച്ച് നല്ല പണക്കാര് പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇവന് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ആ പയ്യനെ അറിയില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ ഇതൊരു നല്ല ചാൻസ് ആണ്. ഇത് വിട്ടാൽ പിന്നെ വേറൊരു ചാൻസ് കിട്ടില്ല എന്ന് അയാൾ വിചാരിക്കുകയാണ്. എന്നിട്ട് ഈ ജോലി ചെയ്യാൻ താൻ റെഡിയാണെന്ന് പറയുന്നു. എന്നാൽ കോൺട്രാക്ടർ ആണെങ്കിൽ ഇയാൾ കുള്ളനാണ്, അതുകൊണ്ട് ഈ കുഴിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നാൽ നമ്മുടെ ആള് ഈ കോൺട്രാക്ടറെ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്. അങ്ങനെ ഇയാൾ കുഴിയിലേക്ക് ഇറങ്ങാൻ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നേരെ കുഴിയിലേക്ക് ഇറക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും ഒരു അനക്കവും കാണുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി മുകളിലേക്ക് അയാളെ ഉയർത്തുകയാണ്. പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇയാളുടെ ഓക്സിജൻ പൈപ്പിന്റെ മുകളിലാണ് ഒരുത്തൻ ചവിട്ടി നിൽക്കുന്നത്. ഇത് കണ്ടതും അയാൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അങ്ങനെ ചവിട്ടിയവരെ 4 ചീത്തയും പറഞ്ഞിട്ട് അങ്ങേര് വീണ്ടും ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഇത്തവണ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കുറെ സമയം കഴിഞ്ഞതും ഒരനക്കവും കാണുന്നില്ല. എന്നാൽ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കയറ് കഴിഞ്ഞതും അയാൾ ആ കുഴിയുടെ അടിയിലെത്തി എന്നവർക്ക് മനസ്സിലാകുന്നു. ഉടനെ തന്നെ എല്ലാരും കൂടി ആ കയർ മുകളിലേക്ക് ഉയർത്തുകയാണ്. അങ്ങനെ അയാൾ പുറത്തേക്ക് വന്നതും ജോലി കഴിഞ്ഞു എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. അതിനുശേഷം അയാളുടെ മാസ്ക് ഊരി നോക്കുമ്പോഴാണ് മൂക്കിൽ നിന്നുമെല്ലാം രക്തം വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം കൈക്കൊണ്ട് തന്റെ പൈസ എവിടെ എന്ന് ചോദിക്കുകയാണ്. അവസാനം ഇയാൾ വിചാരിച്ച പോലെ തന്നെ തന്റെ മകന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി കാശ് കിട്ടുകയാണ്. അങ്ങനെ കാശുമെടുത്ത് ചെക്കറ്റ് ഫീസ് അടയ്ക്കാൻ വേണ്ടി അയാൾ സ്കൂളിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല പണക്കാരായതുകൊണ്ട് തന്നെ അവരുടെ പാരൻസ് എല്ലാം നല്ല ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അവരുടെ ഇടയിൽ ഇയാളെ കണ്ടതും ഇവനാകെ ദേഷ്യം വന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ നാണം കെടുത്താനായി ഈ സ്കൂളിലേക്ക് വന്നത് എന്ന്. ഇത് കേട്ടതും അയാളുടെ മനസ്സവിടെ ചത്തു പോവുകയാണ്.